ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കരിമീൻ പൊള്ളിച്ചതാണ് വാഴയിലയിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കരിമീനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ട് പുരട്ടി ഒരു അരമണിക്കൂറോളം റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും ഒരു സവാളയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടേക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് എണ്ണയിൽ ആ വറുത്ത എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി നല്ലോണം അപ്പോൾ അതൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആയിരുന്നു, അത് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ട് അതും നമുക്ക് ഈ സവാള ഉള്ളിക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്നും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവും, മസാലയൊക്കെ എല്ലാം കൂടി ഒന്ന് വെന്ത് ആ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം ആ വെള്ളം അംശം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തത് അതും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് വാഴയില വെച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ അരപ്പങ്ങാട് വെച്ച് കൊടുത്ത് അരപ്പ് നല്ലോണം സ്പ്രെഡായി കൊടുത്ത് മീനും വെച്ച് അതിൻ്റെ മുകളിൽ അരപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 തക്കാളി അരിഞ്ഞതും കുറച്ച് നല്ല കുറുകിയ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ട് വേറൊരു വാഴയിലയിൽ മൂടി ഇട്ട് നമുക്ക് തീയൊന്ന് കുറക്കാം. സിമ്മിൽ വെച്ചിട്ട് നമുക്ക് മീനൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ തന്നെ ഓരോ സപ്പോർട്ടിനും വളരെയധികം നന്ദി. പുതിയൊരു വീഡിയോസായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.